ഓപ്പറേഷൻ തൂഫാനിൽ കുടുങ്ങി കോൺഗ്രസ് പ്രവർത്തകർ. പെരുമ്പാവൂർ സ്വദേശി സലാം, ഹുസൈൻ, അബ്ബാസ് എന്നിവരാണ് 130 ഗ്രാം MDMA-യുമായി കാസർഗോഡ് നിന്ന് പിടിയിലായിരിക്കുന്നത്. പ്രതികളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള വീഡിയോകളും ഇന്ന് നടത്തിയ പരിശോധനയിലാണ് 3 പേരെ 130 ഗ്രാം MDMA-യുമായി കാസർഗോഡ് ചന്ദേര പോലീസ് പിടികൂടിയത്. പുതിയ സർക്കാർ തൂഫാൻ എന്ന പുതിയ പദ്ധതി കൊണ്ടുവന്നപ്പോൾ, ഈ ലഹരിക്കെതിരെ കൊണ്ടുവന്ന തൂഫാൻ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും സപ്പോർട്ടഡ് ആയിരുന്നു. പക്ഷേ ചില കോൺഗ്രസ് കൊങ്ങി അനുഭാവികൾ, മൂരി അനുഭാവികൾ ഇതിനെ വേറൊരു നറേഷൻ ക്രിയേറ്റ് ചെയ്തു, ഒരു കരക്കമ്പി അടിച്ചിറക്കി. നമ്മളെന്തെങ്കിലും വിമർശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ വന്ന് കമൻ്റ് ഇടും, അല്ലെങ്കിൽ നാട്ടിൽ മൊത്തം പോസ്റ്റ് ഉണ്ടാക്കിയിടുകയാണ്. തൂഫാൻ വന്നേ പിന്നെ സഖാക്കൾക്ക് കഞ്ചാവ് കിട്ടാണ്ട് ഭ്രാന്തായി. നിങ്ങൾക്ക് കൂടിയ സാധനമാണ് നിങ്ങളുടെ ആൾക്കാർ ഉപയോഗിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ആര് ചെയ്താലും ഇത് പിടിക്കണം, പൂട്ടണം, അതിൽ യാതൊരു തർക്കവുമില്ല. പിടിക്കപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെല്ലാം മുഖ്യമന്ത്രിയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. ഓഫീസിലിരിക്കുന്നു, പോസ്റ്റ് ഇടുന്നു, എല്ലാം കണ്ടില്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ അല്ലേ? നമുക്ക് അടിച്ചു തരാൻ നോക്കിയ കഞ്ചാവ് ചാപ്പയ്ക്ക് പകരം നിങ്ങൾക്കിപ്പോൾ കുറച്ച് കൽപ്പണിക്കാരെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ. MDMA സന്തോഷമായില്ലേ? ഇനി പറയും. ഈ പരിപാടി ചെയ്യുന്ന എല്ലാവന്മാരെയും പൂട്ടണം. അതിൻ്റെ ഇടയിൽ ഈ പൊളിറ്റിക്സ് കളിച്ച് ഞങ്ങൾക്ക് കഞ്ചാവ് വിട്ടാണ്ട് ഭ്രാന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടേതാ ടീം MDMA ഇനി മേലെ അങ്ങനത്തെ വൃത്തികെട്ട കഴക്കമ്പിയായിട്ട് വന്നിട്ടുണ്ടല്ലോ.